ഹലോ എവരിവൺ, നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന അഗ്നിവീർ GD ആണ്. അതായത് ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ 12-ാം തീയതിയാണ് വന്നത്. അതായത് ഇന്നലെയാണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് പഠിക്കേണ്ടത്, എന്താണ് ഇതിന്റെ സിലബസ്, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ട് നിങ്ങൾ അഗ്നിവീർ എക്സാമിനെ കുറിച്ച് അറിയേണ്ട A to Z കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയും. മാത്രമല്ല, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഒരു 60 days to 70 days ആണ് എക്സാമിന് ഉണ്ടാവുക. നമുക്ക് ജൂണിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 70 days മാക്സിമം വെച്ചിട്ട് ആ ഒരു ദിവസങ്ങളിലുണ്ട് എങ്ങനെ അഗ്നിവീറിന്റെ സിലബസ് നമുക്ക് പഠിച്ചു തീർക്കാമെന്നും കൂടി നോക്കാം. ഓക്കെ, അഗ്നിവീർ GD ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ ഉണ്ട്. എല്ലാത്തിന്റെ സിലബസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സിലബസുകൾ പറയുന്നുണ്ട്. 1-2 നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ഓരോ മൊമെന്റും ഈ ഒരു 2 ദിവസം മാക്സിമം ബ്രേക്ക് എടുത്തോളാം, മാക്സിമം എൻജോയ് ചെയ്തോളാം. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണ്, ഒരു റഷ് ടൈമിലേക്കാണ്. നമ്മൾ ഒരു ദിവസം 3-4 മണിക്കൂർ ഇരുന്ന് പഠിക്കണം, അത്ര മതി. 3-4 മണിക്കൂർ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ടൈമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നമുക്കറിയാം 3 ഫേസസ് ആണ് ഈ എക്സാം ഉള്ളത്: റിട്ടൺ, ഫിസിക്കല്, മെഡിക്കല്. അതിൽ റിട്ടൺ പാസ്സാവാൻ എന്ന് പറഞ്ഞാൽ നല്ല കടമ്പയാണ്. അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോ ഇനി പഠിക്കണം എന്നുള്ള പിള്ളേർക്ക് നമ്മൾ കോഴ്സ് തരുന്നുണ്ട്. അതായത് 2000 rupees ആണ് ഒരു ആൾക്ക് വരുന്നത്. അതായത് ഈ കോഴ്സിന് അഗ്നിവീറിന്റെ ടോട്ടൽ കോഴ്സിന് വരുന്നത് 2000 rupees ആണ്. നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി, ഇത് പർച്ചേസ് ചെയ്താൽ മതി. പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം. കഴിഞ്ഞ വർഷം എനിക്ക് ഏകദേശം 16 പിള്ളേരാണ്ടായിരുന്നേ. അതിൽ 13 പിള്ളേരും ടെക്നിക്കലും അതുപോലെ തന്നെ GDയും പാസ്സായിട്ടുണ്ട്. 3 പേരാണ് ഫെയിൽ ആയത്. അപ്പൊ ആകെ 30 പേർക്കുള്ള സീറ്റേ ഉള്ളൂ. കാരണം ഓൾറെഡി വേറെ കുറച്ച് പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെ 30 പേർക്ക് കൂട്ടുള്ള സീറ്റാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം താല്പര്യമുള്ള ആൾക്കാർ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ള ആൾക്കാർ മാത്രം മതി. കാരണം നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രോപ്പർ ടൈം ടേബിൾ തരുന്നതായിരിക്കും. നിങ്ങളെ ഫിസിക്കലിന്റെ കാര്യങ്ങൾ മുഴുവൻ നമ്മളവിടെ രേഖപ്പെടുത്തി വെക്കുന്നതായിരിക്കും. അപ്പൊ മൊത്തം കാര്യങ്ങൾ, മൊത്തം ഡയറ്റ് നമ്മളെ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് സ്റ്റഡി പ്ലാൻ തരും, ഡയറ്റിംഗ് പ്ലാൻ തരും, എല്ലാം തരും. അതെല്ലാം പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം. നമുക്ക് എൻറ്റയർലി വേണ്ടത് റിസൾട്ട് ആണ്. ആ റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതി. നോക്കടാ, ഈ റിക്രൂട്ട്മെന്റ് വേണ്ട ഏജ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1 October 2004 1 October 2008 ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇടയിൽ ജനിച്ച ആൾക്കാരായിരിക്കണം. 13-ാം തീയതി, April 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് 13-ാം തീയതി ആയി. ഓക്കെ, അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എന്താ വരാത്ത, ഡീറ്റെയിൽഡ് വീഡിയോ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 10 ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിൽക്കരുത്, അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം. April 10 എന്നൊക്കെ നമ്മൾ പഠിത്തം തുടങ്ങി പകുതി ആവേണ്ട സമയമായി. പകുതി എന്നല്ല, പഠിത്തം തുടങ്ങേണ്ട ടൈമായി. ഓക്കെ, അപ്പോ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്തോളാം. നമ്മൾ അതിന് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഡീറ്റെയിൽഡ് സിലബസും സ്റ്റഡി പ്ലാൻ എല്ലാം ഞാൻ തരുന്നതാണ്. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ 17.5 വയസ്സ് തൊട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മൊത്തം ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക, നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം +2 പഠിക്കുന്ന കുട്ടികൾക്കും അപ്പിയറിംഗ് ചെയ്യുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എഴുതാൻ പറ്റും. 10ാം ക്ലാസ് പാസ്സായാൽ മതി. 10ാം ക്ലാസ്സിൽ ചെറിയൊരു ക്രൈറ്റീരിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും നിങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം എൻറ്റയർ ഡീറ്റെയിൽസ്, അഗ്നിവീറിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. നോക്കടാ, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കിയേ, 12 മാർച്ചിനാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 10-നാണ് കേട്ടോ. ഓക്കെ, പേയ്മെന്റ് നിങ്ങൾ April 10-ന് അടച്ചിട്ടുണ്ടാവണം. എക്സാം ഡേറ്റ് വരുന്നത് June 2025-ലാണ്. അഡ്മിറ്റ് കാർഡും അപ്രോക്സിമേറ്റ്ലി ആ മുൻ തന്നെ വരുന്നതാണ്. അറിയാലോ, ഒരു 5-6 ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് വരും. റാലി ഡേറ്റ് നോട്ടിഫൈ പിന്നെ ആയിരിക്കും ചെയ്യാം. നമുക്കറിയാം 2024 എന്ന റാലി നടന്നത് നമുക്കറിയാം അല്ലെ. അപ്പോ അത്രയും ഡിലേ ഒന്നും വരാൻ സാധ്യതയല്ല. എന്തായാലും നേരത്തെ തന്നെ നടക്കുന്നതാണ്. ഓക്കെ, ഇവിടെ പോസ്റ്റ് വരുന്നത് അഗ്നിവീർ ഇൻ ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, അതേപോലെ ടെക്നിക്കൽ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, ട്രേഡ്സ്മാൻ ഇൻ വേരിയസ് പോസ്റ്റ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കണം, അപ്ലിക്കേഷൻ ഫീസ് ഇവിടെ ജനറലിനും SC STക്ക് എല്ലാം ഏകദേശം 250 രൂപ വരുന്നുണ്ട്. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അയക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തോളൂ. ഇവിടെ അഗ്നിവീർ GD, ടെക്നിക്കല്, നഴ്സിംഗ് അതായത് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ തുടങ്ങിയതിനെല്ലാം 17 മുതൽ 21 വയസ്സ് വരെയാണ് വരുന്നത്. അതായത് 1-10-2004 മുതൽ 1-4-2008 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോ സോൾജർ ടെക്നിക്കലിന് 17 മുതൽ 23 വയസ്സ് വരെയാണ് വരുന്നത്. അതായത് 1-10-2002 മുതൽ
1/4/2008 വരെയുള്ള ആൾക്കാർക്ക് സോൾജിയർ ടെക്നിക്കൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വുമൺ മിലിറ്ററി പോലീസിന് 17 മുതൽ 21 വരെ, അതായത് 1/10/2004 മുതൽ 1/4/2008 വരെ കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അതായത് ഈ വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആണ്, നിങ്ങൾ മുഴുവൻ കാണണേ, അത് വേറെ കേസ്. അപ്പോൾ ഷിബോയിൻ ഫാർമ, അതായത് ഫാർമസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. JSO റിലീജിയസ് ടീച്ചറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോസ്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോ കൂടി അയച്ചു തരാം. ഈ വീഡിയോയിൽ എല്ലാം കൂടി നടക്കൂല, അതുകൊണ്ടാണ്. ഓക്കെ, അതിന് വരുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 19 മുതൽ 25 വയസ്സ് വരെയാണ്. 1/10/2000 മുതൽ 1/4/2006 വരെ. ഓക്കെ, 27 മുതൽ 34 വയസ്സ് വരെയാണ് JSO റിലീജിയസ് ടീച്ചറിന് വരുന്നത്. 1/10/2005 2025 നിങ്ങൾക്ക് എന്താവണം, 27 ആയിട്ടുണ്ടാവും, 34 ആ ഒരു ഏജ് ആയിട്ടുണ്ടാവണം കേട്ടോ. ഇനി അടുത്ത് നോക്കണം, അഗ്നിവീർ റിക്രൂട്ട്മെന്റ് എലിജിബിലിറ്റി ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ 10 നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും വിത്ത് 45 മാർക്സ് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് 33% ഇൻ ഈച്ച് സബ്ജക്ട്. മൊത്തത്തിൽ നിങ്ങൾക്ക് വേണ്ടത് 45% ആണ്. എന്നാൽ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്തുണ്ടാവണം, 33% ഉണ്ടാവണം. അതായത് D+ ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു ഇഷ്യൂ വരും. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് 33% ഉണ്ട് എന്നുള്ള ഒരു ഫോം അല്ല ഒരു ഇത് കിട്ടും. അപ്പൊ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും. അത് നിങ്ങൾ എവിടുന്ന് ചെയ്യണം, പരീക്ഷാ ഭവനിൽ പോയിട്ട് എടുക്കണം. ആർമി എക്സാമിന് അങ്ങനത്തെ ചോദിക്കാറില്ല. പക്ഷെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഫിസിക്കലിൽ ഞാൻ പറയുകയാണെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് എടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അത് എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. 10%, അതായത് 33%, 10ാം ക്ലാസ്സിൽ 33% മേലുണ്ടെന്ന് പരീക്ഷാ ഭവനിൽ ലെറ്റർ കിട്ടും. അത് നിങ്ങൾ എന്തായാലും എടുക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ താഴെ കൊടുക്കുക, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. നീ പ്രിഫറൻസ് നോക്കണം. കാൻഡിഡേറ്റ്സ് വിത്ത് വാലിഡ് LMV ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഡ്രൈവർ പോസ്റ്റ്, അതായത് ഡ്രൈവർ പോസ്റ്റുകൾക്കാണ് പറയുന്നത് കേട്ടോ. ഡ്രൈവർ പോസ്റ്റുകൾ വേക്കൻസി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രിഫറൻസ്, ഈ LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 17 മുതൽ 21 വരെ പറഞ്ഞു. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇവിടെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ 166 ഹൈറ്റ് വേണം കേട്ടോ. അതുപോലെ തന്നെ 77 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ, അതായത് 77 പ്ലസ് ഒരു 83 നിങ്ങൾക്ക് എന്ത് വേണം, ചെസ്റ്റ് വേണം കേട്ടോ. സോറി, 82 ആണ്. ഇനി അടുത്ത് നോക്കടാ, വെയിറ്റ് ഏകദേശം ഒരു 50+ നിങ്ങൾക്ക് ഉണ്ടാവണം. മിനിമം 50 ആണ്, 50+ എന്തായാലും ഉണ്ടാവണം. 166 ആൾക്ക് ഒരു BMI പ്രകാരം 51 വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, വെയിറ്റ് ഈ ഒരു ലെവലില് നിങ്ങൾക്ക് വെയിറ്റും ഉണ്ടാവണം കേട്ടോ. എടുത്ത് നോക്കടാ, റണ്ണിങ് അതായത് 1.6 കിലോമീറ്റർ 5 മിനിറ്റും 45 സെക്കൻഡും 60 മാർക്കാണ് ഉണ്ടാവുക കേട്ടോ. അതേപോലെ പുള്ളപ്പ് 10 എണ്ണം 40 മാർക്കാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 9 feet ഡിച്ച് റിക്വയർഡ് ടു ക്വാളിഫൈ, സിക്സാക് ബാലൻസും റിക്വയർഡ് ടു ക്വാളിഫൈ. കഴിഞ്ഞ എക്സാമിന് 9 feet ഡിച്ച് ചാടിക്കടന്ന മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ 10 പുള്ളപ്പിന് 40 മാർക്കും ഓടുന്നതിന് 60 മാർക്കും ആക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ അടുത്ത അഗ്നിവീർ ടെക്നിക്കൽ നോക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിക്കുക. 10+2, അതായത് 10+2 വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് പാസ്സാവണം. മിനിമം 50% മാർക്ക് വേണം. എല്ലാ സബ്ജക്റ്റിനും അറ്റ്ലീസ്റ്റ് 40% വെച്ചുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് അഗ്നിവീർ ടെക്നിക്കൽ എഴുതാൻ പറ്റുക. ഇനി ഓപ്ഷൻ 2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് സെൻട്രൽ ബോർഡ് NIOS മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റ് മിനിമം 1 year ITI കോഴ്സ് ഇൻ ദ റിക്വയർഡ് ഫീൽഡ്. ആ ITI കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ഇതിൽ പറയാം. ഓക്കെ, ഇനി ഓപ്ഷൻ 3 10 അല്ലെങ്കിൽ മെട്രിക് പാസ് വിത്ത് 50% അഗ്രിഗേറ്റ് മാർക്ക്, മിനിമം 40% ഇൻ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ്. Additionally, candidate must have completed either 2 years of technical training from ITI or a 2 to 3 year diploma from a recognized educational institution, including polytechnics. അതായത് പോളിയോ പാസ്സാവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ITIയുടെ 2 വർഷത്തെ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ 3 വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത് നോക്കോ, ആ എലിജിബിൾ ഡിപ്ലോമ ITI സ്ട്രീംസ് നോക്കോ. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, ഇലക്ട്രോണിക് മെക്കാനിക് ഉണ്ട്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഡ്രാഫ്റ്റ്സ്മാൻ, സർവേയർ, അതുപോലെ തന്നെ ജിയോ ഇൻഫോർമാറ്റിക് അസിസ്റ്റൻസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം, മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ടെക്നോളജി ഇൻഫർമേഷൻ, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, വെസൽ നാവിഗേറ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്,
അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി. ഏജ് ലിമിറ്റ് വരുന്നത് 17 മുതൽ 21 വയസ്സ് വരെ. അത് നമുക്കറിയാം 1 ഒക്ടോബർ 2004 മുതൽ 1 ഒക്ടോബർ 2008 വരെ അല്ലെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ഇത്രയും ഉള്ള ആൾക്കാർക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അഗ്നിവീർ ക്ലർക്ക് അഥവാ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ നമ്മൾ പറയില്ലേ, നോക്കാം. എഡ്യൂക്കേഷൻ 10 or +2 എനി സ്ട്രീം ആണ്. ആർട്സ്, കൊമേഴ്സ്, സയൻസ് ഏതും ആവാം. 60% ആണ് അവിടെ ചോദിക്കുന്നത്. 50% ഇൻ ഈച്ച് സബ്ജക്ട്. 60% മൊത്തം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് 1200 ഒരു 600 മാർക്കിന് മേലെ 600 ഉണ്ടെങ്കിൽ എത്രയാണ് 50% ആണ് അല്ലെ. ഇവിടെ 10th or +2 ആണ് ചോദിക്കുന്നത്. 10th +2 കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ അടുത്ത നോക്കടാ. മാൻഡറ്ററി 50% ഇംഗ്ലീഷ് ആൻഡ് മാത്സ്, അക്കൗണ്ട്സ്, അതുപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് ഇനി ക്ലാസ് 12. അതായത് മാൻഡറ്ററി 50% ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, അതല്ലെങ്കിൽ അക്കൗണ്ട്സിലോ ബുക്ക് കീപ്പിംഗ്, അങ്ങനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, അതിലൊക്കെ ഉണ്ടാവണം. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് 17 മുതൽ 21 വരെയാണ് വരുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന് ഹൈറ്റ് 162 മതി. അതുപോലെ തന്നെ ചെസ്റ്റ് ഏകദേശം 77 സെന്റിമീറ്റർ ആണ് പറയുന്നത്. അതും +5 സെന്റിമീറ്റർ നേരത്തെ പറഞ്ഞ തന്നെ. വെയിറ്റ് നമ്മൾ പറഞ്ഞ പോലെ 50+ കേട്ടോ. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ നോക്കടാ. 10th പാസ് ആണ് വരുന്നത്. അഗ്നിവീർ ട്രേഡ്സ്മാൻ ആണ് പറഞ്ഞത് 10th പാസ്. ഇവിടെ 10 പാസ്സായാൽ മതി. പെർസെന്റേജ് അവിടെ ആവശ്യമില്ല. പക്ഷേ ഓവറോൾ പെർസെന്റേജ് അവിടെ ആവശ്യമില്ല. പക്ഷെ എല്ലാ സബ്ജക്റ്റിനും ഈച്ച് സബ്ജക്റ്റിന് നിങ്ങൾ 33% കവർ ചെയ്തിട്ടുണ്ടാവണം. അതായത് മാത്സിന് 33% ഉണ്ടാവണം, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 33% ഉണ്ടാവണം. അങ്ങനെ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ 33% അവിടെ കവർ ചെയ്തിട്ടുണ്ടാവണം. ഏജ് ലിമിറ്റ് വരുന്നത് 17 മുതൽ 21 വയസ്സ് വരെയാണ്. ഹൈറ്റ് നോക്കടാ 166 സെന്റിമീറ്റർ ആണ്. ചെസ്റ്റ് 77 + 5 നമ്മൾ പറഞ്ഞു. വെയിറ്റ് നമ്മൾ പറഞ്ഞു 50 കിലോഗ്രാം അല്ലെ. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് ആണ്. ഓക്കെ, ഇവിടെ എഡ്യൂക്കേഷൻ 8th പാസ് ആണ്. നോ മിനിമം പെർസെന്റേജ് ബട്ട് മസ്റ്റ് ഹാവ് സ്കോർഡ് 33% ഇൻ 5 ബേസിക് സബ്ജക്ട്. നിങ്ങൾ 5 ബേസിക് സബ്ജക്റ്റുകൾ, അത് ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള ബേസിക് സബ്ജക്റ്റുകൾ 33% സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഏജ് ലിമിറ്റ് വരുന്നത് 17 മുതൽ 21 വയസ്സ് വരെയാണ്. നമ്മൾ പറഞ്ഞു ഏജ് ഗ്രൂപ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. ഹൈറ്റ് നോക്കണം 166 സെന്റിമീറ്റർ, 77 + 5 ചെസ്റ്റ്, വെയിറ്റും പറഞ്ഞു നമ്മൾ 50+. ഇനി ഒരു ട്രേഡ്സ്മാന് -1 സെന്റിമീറ്റർ ചെസ്റ്റിന് കുറവുണ്ടാവും. -2 കിലോഗ്രാം വെയിറ്റിലും കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന കൺസിഡറേഷൻ കിട്ടുന്നതാണ് കേട്ടോ, ജനറൽ ഡ്യൂട്ടീനെ അപേക്ഷിച്ചിട്ട്. ഞാൻ അടുത്ത് നോക്കടാ. മൾട്ടിപ്പിൾ കാറ്റഗറിക്ക് ഈ വർഷം വന്ന ഒരു ബെനിഫിറ്റ് ആണത്. അതായത് ഒരു മൾട്ടിപ്പിൾ കാറ്റഗറിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ആർമി GDക്ക് അപ്ലൈ ചെയ്യാം, ടെക്നിക്കലിനും അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ വർഷം അത് പറ്റൂലായിരുന്നു. നമ്മളൊരു പയ്യന് GD കൊടുക്കണമായിരുന്നു, ടെക്നിക്കൽ പക്ഷെ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം അവന് കയറി. അപ്പോ ഇപ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ 2 categories based on their eligibility. They must fill separate application forms for each category. രണ്ടിനും നിങ്ങൾ 2 ഫോമുകൾ തന്നെ ഫില്ല് ചെയ്യണം. അതായത് ഞാൻ എന്ത് ചെയ്യണം, ടെക്നിക്കലിനും അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ GDക്കും അപ്ലൈ ചെയ്യണം, വേറെ വേറെ ആയിട്ട്. ഓക്കെ, they will appear for 2 separate common entrance exam. അതായത് 2 എൻട്രൻസ് എക്സാമിനും കൂടി എന്ത് ചെയ്യണം, ഞാൻ അപ്ലൈ ചെയ്യണം. GDന്റെ അപ്ലൈ ചെയ്യണം, ടെക്നിക്കലിന്റെ അപ്ലൈ ചെയ്യണം. അത് രണ്ടും അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് വിൽ ബി കണ്ടക്ടഡ് ഫോർ ദ കാറ്റഗറി വിത്ത് ഹയർ സ്റ്റാൻഡേർഡ്. ഇപ്പൊ ഞാൻ GDന്റെ ആണോ, അപ്പോ അതുപോലെ തന്നെ ടെക്നിക്കൽ അപ്ലൈ ചെയ്താലും ശരി, ഏതാണോ ഹയർ കാറ്റഗറിയിൽ വരുന്നത് അത് ഞാൻ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഫൈനൽ കാറ്റഗറി സെലക്ഷൻ വിൽ ബി കൺഫേംഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് റാലി. നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യുന്ന, ഏതിൽ കിട്ടുന്നത് എന്നുള്ളത് റാലിക്ക് ശേഷമാണെന്ന് അറിയാം. ഇവിടെ 10th + 2 അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന 17 തികഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. +2 എക്സാമിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടൈമും ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അവിടെ സെറ്റാണ്. ഇനി കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഫോർ ദെയർ 10th or 12th ബോർഡ് എക്സാംസ് ബട്ട് ആർ അവൈറ്റിംഗ് റിസൾട്ട്സ് ക്യാൻ അപ്ലൈ. റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ phase 2 മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോയാൽ മതി. SLC ബുക്കും +2 സർട്ടിഫിക്കറ്റ് ഒക്കെ, അതിന് ഇഷ്ടം പോലെ ടൈം ഉണ്ട്, പേടിക്കണ്ട. ഓക്കെ, ഇനി ഇവിടെ നോക്കണം. നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസിലും നിങ്ങൾക്ക് ചില ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഡീഷണൽ മാർക്കുകൾ കിട്ടും. ഓക്കെ, അഗ്നിവീർ GDക്ക് നിങ്ങൾ SOS, SOES, അതായത് ഈ വിഡോ അഡോപ്റ്റഡ് സണ്ണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അഗ്നിവീർ GDയിൽ 20 മാർക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ, ഇനി അഗ്നിവീർ ക്ലർക്കിനാണെങ്കിൽ 20 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാത്തിനും 20 മാർക്ക് വെച്ച് കിട്ടും കേട്ടോ, ടെക്കിനും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ഒക്കെ. ഇനി സ്പോർട്സ് കോട്ട അവിടെ കൊടുത്തിട്ടില്ല. റെപ്രസെന്റഡ് ഇന്ത്യ
ഇന്റർനാഷണൽ ലെവലിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ അവിടെ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും 20 മാർക്ക് വെച്ച് കിട്ടും. റെപ്രസെന്റഡ് സ്റ്റേറ്റ് നാഷണൽ ലെവല് നിങ്ങൾ വോൺ മെഡൽ, അതായത് അല്ലെങ്കിൽ 8 പ്ലേസ്ഡ് ഇന്ന ടീമിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 15 മാർക്ക് വെച്ച് എല്ലാത്തിനും കിട്ടും. ഓക്കെ, ഇനി റെപ്രസെന്റഡ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പ് വോൺ മെഡൽ റീച്ച്ഡ് 6th പ്ലേസ് ഇൻ ടീം ഉണ്ടെങ്കിൽ 10 മാർക്ക് വെച്ചിട്ട് എല്ലാത്തിനും കിട്ടും. റെപ്രസെന്റഡ് സ്റ്റേറ്റ് ഇൻ കേലോ ഇന്ത്യ ഗെയിംസ് വോൺ മെഡൽ റീച്ച്ഡ് ആണെങ്കിൽ 10 മാർക്ക് വെച്ച് കേലോ ഇന്ത്യയിൽ പങ്കെടുക്കുക മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 മാർക്ക് വെച്ച് പിന്നെയും കിട്ടും. ഇനി ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ അറ്റ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ലെവലിൽ ഡിസ്ട്രിക്ട് ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4ാം സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് വെച്ച് നിങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ കിട്ടും. സ്റ്റേറ്റ് സ്കൂൾ ടീം ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ വോൺ മെഡൽ ഓർ റീച്ച്ഡ് 6th പ്ലേസ് ഇൻ ടീം ഉണ്ടെങ്കിൽ 5 മാർക്ക് അവിടെ എക്സ്ട്രാ കിട്ടും. അതേപോലെ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? NCC A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 5 മാർക്ക് വെച്ച് ഈച്ച് സബ്ജക്ട് കിട്ടും. B സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 10, C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 20 മാർക്ക്. ഇനി NCC C സർട്ടിഫിക്കറ്റ് പ്ലസ് റിപ്പബ്ലിക് ഡേ പരേഡിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ 25 മാർക്ക് വെച്ച് കിട്ടും. അഗ്നിവീർ GDക്ക് ബാക്കിയുള്ളതിനൊക്കെ 20 മാർക്ക്. ഇനി ക്ലർക്ക് SKT അതുപോലെ തന്നെ കാൻഡിഡേറ്റ് വിത്ത് IT കോഴ്സുകൾ നിങ്ങൾ NIELT പറയുന്ന IT കോഴ്സ് ഉണ്ടെങ്കിൽ അഗ്നിവീർ ക്ലർക്കിന് 15 മാർക്ക് കിട്ടും. പിന്നെ ഡിപ്ലോമ ഹോൾഡേഴ്സ് ഫോർ ടെക്നിക്കൽ ട്രേഡ്സ് ഓൺലി, ഇവിടെ ITI 10+2 അതുപോലെ തന്നെ ITI കോഴ്സ് ഉണ്ടെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് അഗ്നിവീർ ടെക്കിന് കിട്ടും. അതുപോലെ തന്നെ 10+2 3 ഇയർ ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ +2 അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ 30 മാർക്ക് നിങ്ങൾക്ക് അഗ്നിവീർ ടെക്കിന് വെറുതെ കിട്ടും. അതായത് ബോണസ് മാർക്ക് ആയിട്ട് കിട്ടും 200 മാർക്കിൽ കേട്ടോ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു 150 ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിന്റെ 30 ഒരു 80 മാർക്കാണ് നിങ്ങൾ ക്വാളിഫയിങ് മാർക്ക് വരുന്നത് ആർമി ടെക്കില്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒരു 80 മാർക്ക് കിട്ടി, 30 മാർക്ക് വരുന്ന അഡീഷണൽ കിട്ടും. പോളി ഒക്കെ പഠിക്കുന്ന പിള്ളേരോട് പറയുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് പാസ്സാവാം. ഓക്കെ, ഇനി അടുത്തത് +2 + 1 ഇയർ ITI കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടും? 30 മാർക്കാണ് കിട്ടും. +2 വിത്ത് 2 ഇയർ IT കോഴ്സ് ആണെങ്കിൽ 40 മാർക്ക് കിട്ടും. ഓക്കെ, +2 വിത്ത് ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ 50 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ +2 വിത്ത് ആണ് പറയുന്നത്, 10ാം ക്ലാസ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 50 മാർക്ക് വരെ എവിടെ സ്കോർ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ആർമി GDയുടെ എക്സാമിന്, ആർമി GD അല്ല സോറി ടെക്നിക്കൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി വുമൺ മിലിറ്ററി പോലീസ്, വുമൺ മിലിറ്ററി പോലീസിന്റെ നോട്ടിഫിക്കേഷൻ അതിൽ കണ്ടില്ല, പക്ഷെ ഈ രീതിക്കാണ് അത് വരിക. ഓക്കെ, അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ആണ്. വുമൺ മിലിറ്ററി പോലീസിന്റെ ഇന്നോ നാളായിട്ട് അടുത്ത പുതിയ അപ്ഡേറ്റ് നിങ്ങളതായിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് 10 ക്ലാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 45% നിങ്ങൾക്ക് മിനിമം ഉണ്ടാവണം. 33% നിങ്ങൾ ഈച്ച് സബ്ജക്റ്റിന് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി ഗ്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം D ഗ്രേഡ് ആണ് പറയുന്നത്. 33% തൊട്ട് 40% വരെ. ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് C2 ഗ്രേഡ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് 33% മേലെ ഉണ്ടോ എന്ന് കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, ഇനി പ്രിഫറൻസ് നോക്കണം. കാൻഡിഡേറ്റ് വിത്ത് ലൈറ്റ് ഇവിടെയും ഉണ്ട്. ഡ്രൈവിങ്ങിന് പെൺകുട്ടികൾക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു LMB ഉള്ള പെൺകുട്ടികളാണെങ്കിൽ ഡ്രൈവർ പോസ്റ്റിന് പ്രയോറിറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്ലാസ് 10ന്റെ സിമ്പിൾ പാസ് ഉണ്ടായാൽ മതി എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എലിജിബിലിറ്റി വരുന്നത് ഹൈറ്റ് 162 ആണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഓടാനും ചാടാനൊക്കെ ഉണ്ടാവും. വെയിറ്റ് വരുന്നത് നിങ്ങൾക്കും 50+ ആണ്. നിങ്ങൾക്ക് ഓടാനും ചാടാൻ ലോങ് ജമ്പ് വരുന്നത് നിങ്ങൾക്ക് 10 ഫീറ്റ് ആണ്. അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നത് 3 ഫീറ്റ് ആണ്. റണ്ണിങ് വരുന്ന 1.6 കിലോമീറ്റർ ഇൻ 7 മിനിറ്റും 30 സെക്കൻഡ്സും കൊണ്ടാണ് കേട്ടോ. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് റിക്വയർഡ്. നിങ്ങൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴാണ് ഫിസിക്കലിൽ പോകാനുള്ള വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ഓൺലൈനിൽ പോകുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ആധാർ കാർഡിലും SLC ബുക്കിലും ഒരേപോലെ നിങ്ങൾ പേരാക്കണം. അതായത് എന്റെ പേര് സായൂജ് എന്നാണ്. എന്റെ ആധാർ കാർഡിൽ സായൂജ് കഴിഞ്ഞിട്ട് നേരെ NS ആണ്. പക്ഷെ SLC ബുക്കിൽ ഡോട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ SLC ബുക്ക് എങ്ങനെയാണോ അതുപോലെ ആധാർ കാർഡ് ചേഞ്ച് ചെയ്യുക. അതായത് SLC ബുക്ക് മാറ്റാൻ പോകണമെങ്കിൽ നമ്മൾ പരീക്ഷാ ഭവനിൽ പോയിട്ട് കുറച്ച് മെനക്കെടണം. അതിനേക്കാൾ നല്ലതാണ് നമ്മൾ എത്രയോ സിമ്പിൾ ആയിട്ട് ആധാർ കാർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കടാ. അപ്പോ 10ാം ക്ലാസ്സിൽ മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ SLC ബുക്കിൽ നിങ്ങളെ പേര് എങ്ങനെയാണോ അതുപോലെ വേണം നിങ്ങൾ അവിടെ പേര് കൊടുക്കാൻ. അതുപോലെ ആധാർ കാർഡും ചേഞ്ച് ചെയ്യണം. പിന്നെ നിങ്ങൾ ഒപ്പിടുമ്പോ ഇതൊക്കെ ബ്ലർ ആവാതെ വൃത്തിക്ക് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ ഒക്കെ എടുത്ത് ബ്ലർ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് റിജക്ട് ചെയ്യും കേട്ടോ. അപ്പൊ ഒരു സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ JPG അല്ലെങ്കിൽ 20 മുതൽ 50 KB ആണ് വരുന്നത്. പിന്നെ മാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. അത് പ്രൂവ് ആവാൻ വേണ്ടി നിങ്ങൾ ആധാർ കാർഡും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ. പിന്നെ നെയിം ആൻഡ് കോഡ് ഓഫ് ഇത് ആധാർ കാർഡിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ഡൊമിസൈലിൽ പോകും. കാറ്റഗറി, നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് SC ആണോ ST ആണോ OBC ആണോ എന്നുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. പിന്നെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, 10th പാസ് ആണെങ്കിൽ 10th പാസ്, +2 പാസ് ആണെങ്കിൽ +2 പാസിന്റെ. ഇവിടെ ഫോട്ടോന്റെ കേസ്, ഫോട്ടോ ഇവിടെ വേണം. ഫോട്ടോ നിങ്ങൾ ഈ അടുത്തെടുത്ത ഫോട്ടോ ആയിരിക്കണം. അതായത് അവിടെ പേരും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ 3 മാസത്തിന് മുമ്പുള്ള ഫോട്ടോ വരുന്നത്. 3 മാസം നല്ല ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നീറ്റ് ആയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് നല്ല കണ്ട ഒരു മിലിറ്ററി ലുക്കുള്ള കട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. താടിയൊന്നും വേണ്ട, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക, വൃത്തിക്കുക കേട്ടോ. എന്നിട്ട് അത് വേണം ഇത് വെച്ച് അപ്ലൈ ചെയ്യാൻ. അത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാമിന് പോകുമ്പോഴും കൊണ്ടുപോയാൽ മതി. അപ്പോ ഈ 3 മാസത്തിന് മുമ്പുള്ള ഫോട്ടോ ആവരുത്, പെട്ടെന്നുള്ള അടുത്തുള്ള ഫോട്ടോ ആയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത് പറയാനുള്ളത്, മെയിൽ ഐ ഡി നിങ്ങൾ അതേപോലെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു മെയിൽ ഐ ഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്തതിനു ശേഷം മെയിൽ ഐ ഡിയിലേക്ക് ഇത് ആൾ ടിക്കറ്റ് വന്നില്ല, അഡ്മിറ്റ് കാർഡ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ബഹളായിരിക്കും. അതേപോലെ മൊബൈൽ നമ്പറും പ്രോപ്പർ ആയിട്ടുള്ളത് കൊടുക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഒരു ഫോണോ ഇതോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ അടുത്ത് നോക്കണം, നമുക്ക് എക്സാം പാറ്റേണിലേക്ക് ഒന്ന് പോവാം. നമ്മളെപ്പോഴും നമ്മുടെ മെയിൻ ഏരിയ ആണ് എക്സാം ഏരിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ജനറൽ നോളജിന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 30 മാർക്കിന് കേട്ടല്ലോ. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ എക്സാംസ് ആണ് നടക്കാൻ പോകുന്നത്. അതിൽ പാസ് മാർക്ക് വരുന്നത് 35 മാർക്കാണ്. പക്ഷെ നമ്മളെ പിള്ളേർ മിനിമം എക്സലന്റ് 70 മാർക്കെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടാവണം കേട്ടല്ലോ. അപ്പൊ നോക്കിക്കോ, ജനറൽ സയൻസ് വരുന്നത് 15 ചോദ്യങ്ങളാണ്, 30 മാർക്ക്. മാത്സ് വരുന്നത് 15 ചോദ്യങ്ങളാണ്, 30 മാർക്ക്. ലോജിക്കൽ റീസണിങ് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ, 5 ക്വസ്റ്റ്യൻസ് 10 മാർക്കിന്. ഓക്കെ, അങ്ങനെ പാസ് മാർക്ക് ഇവിടെ 35 മാർക്കാണ് പറയുന്നത്. പക്ഷെ നമ്മളെ പാസ് മാർക്ക് എത്രയാണ്, 70 ആണ്. അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ എത്തിച്ചിരിക്കും. ഓക്കെ, അത് എന്റെ ഉറപ്പാണ് കേട്ടോ. ഇനി C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് എക്സാം എന്തുണ്ടാവും, നേരെ ചാടാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കണം, ആർമിയുടെ സോൾജിയർ ടെക്നിക്കൽ ആണ് വന്നിരിക്കുന്നത്. അതായത് ടെക്നിക്കൽ ഏരിയ നോക്കണം എങ്ങനെയാണ് വരുന്നതാണ്. മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 50 ചോദ്യങ്ങളാണ്. അതിൽ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് വരുന്നത് 4 മാർക്കാണ്. അതായത് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് 4 മാർക്കാണ് കേട്ടോ. ഓരോ തെറ്റുത്തരത്തിനും 1 മാർക്ക് വെച്ച് കുറയും. അതിൽ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്ക് കിട്ടിയാലേ നിങ്ങൾ പാസ് ആവത്തുള്ളൂ. പക്ഷെ 80 ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 150 ആണ്. 150 കുറവ് മാർക്ക് നമുക്ക് വേണ്ട. ഏറ്റവും കുറഞ്ഞ 130. അതിൽ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ നോക്കിയിട്ട് കാര്യമില്ല മക്കളെ. ഓക്കെ, നോക്കിക്കോളുക. ഇവിടെ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല്, മെഷീനറി, വെപ്പൺസ്, കാൻഡിഡേറ്റ്സ് ക്യാൻ ചെക്ക് ഔട്ട് ദ ആർമി അഗ്നിവീർ എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് നോക്കണം, ജനറൽ നോളജ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 40 മാർക്കിന്. മാത്സ് 15 ചോദ്യങ്ങൾ 60 മാർക്കിന്. ഫിസിക്സ് 15 ചോദ്യങ്ങൾ 60 മാർക്കിന്. കെമിസ്ട്രി 10 ചോദ്യങ്ങൾ 40 മാർക്കിന്. ടോട്ടൽ 50 ചോദ്യങ്ങൾ 200 മാർക്കിന് കേട്ടല്ലോ. അപ്പോ നിങ്ങൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് പഠിക്കുന്ന ആൾക്കാരെ ബയോളജി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫിസിക്സ്, മാത്സ്, GK ഒക്കെയാണ് കേട്ടല്ലോ. കെമിസ്ട്രി ഒക്കെ പേടിക്കേണ്ട, ക്ലാസ് നമ്മൾ തരാം. ഓക്കെ, ക്ലാസ്സും മെറ്റീരിയൽ ഒക്കെ നമ്മൾ തരാം. നിങ്ങൾ അത് പഠിച്ചാൽ മാത്രം മതി. നമ്മൾ പറയുന്ന ടൈമിൽ ഇരുന്ന് പഠിക്കുക. ഓക്കെ, ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ജോലിക്ക് പോക്കൊക്കെ നിർത്തുക. ഒരു 2 മാസം ജോലിക്ക് പോയാൽ ഐഫോൺ എടുക്കുക, EMI എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, വലിയ ബാധ്യതകൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ ജോലി ഒഴിവാക്കിയിരുന്ന് പഠിച്ചോളുക. ഇനി നമ്മുടെ ഏരിയ സിലബസ് അടുത്ത് ഇന്ത്യൻ ആർമിയുടെ ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോടാ. ഓക്കെ, നമ്പർ റാങ്കിങ്, ടൈം സീക്വൻസ്, ഡ്രൈവിംഗ് കൺക്ലൂഷൻസ് ഫ്രം പാസേജസ്, ലോജിക്കൽ സീക്വൻസ് ഓഫ് വേർഡ്സ്, ആൽഫബറ്റ് ടെസ്റ്റ് സീരീസ്, അരിതമെറ്റിക്കൽ റീസണിങ്, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, കോഡിംഗ് ഡീകോഡിംഗ്, ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, അനലോഗി, ഡാറ്റ സഫിഷ്യൻസി, ക്ലോക്ക് കലണ്ടേഴ്സ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്, ലോജിക്കൽ വെൻ ഡയഗ്രാംസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ്, ഇൻസേർട്ടിംഗ് ദ മിസ്സിംഗ് ക്യാരക്ടേഴ്സ് പസിൽസ്, ആൽഫ ന്യൂമറിക് സീക്വൻസസ്. അത് 5 ക്വസ്റ്റ്യൻസ് ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടുന്ന് വേണേൽ ചോദിക്കാം. മാക്സിമം നമുക്ക് അറിയാം എവിടെ നോക്കിയാൽ ചോദിക്കാം, പ്രീവിയസ് ഇയർ നമുക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ തരിക കേട്ടോ. ഇനി അബ്രിവേഷൻസ് നോക്കട്ടെ, ജനറൽ നോളജ് ആണ് പറയുന്നത്. അബ്രിവേഷൻസ് ഉണ്ടാവും, സയൻസ്, ഇൻവെൻഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഉണ്ടാവും, കറന്റ് ഇമ്പോർട്ടൻസ് ഇവന്റുകൾ ഉണ്ടാവും, കറന്റ് അഫയേഴ്സ് ഉണ്ടാവും, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ
എക്കണോമിക് ബാങ്കിങ് ന്യൂസുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടന്റ് ഡേയ്സ്, അതുപോലെ തന്നെ ഹിസ്റ്ററി, സ്പോർട്സ് ടെർമിനോളജി, അതുപോലെ തന്നെ ജോഗ്രഫി, സോളാർ സിസ്റ്റം, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്, കൺട്രീസ് ആൻഡ് കറൻസീസ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് ഏതില് GK-ല്. ഇനി ജനറൽ സയൻസിൽ ഹ്യൂമൻ ബോഡി, ഫുഡ്, ന്യൂട്രീഷൻ, ഡിസീസ് ആൻഡ് പ്രിവെൻഷന്, വിറ്റമിൻസ് ആൻഡ് ദെയർ യൂസസ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ ഡെയിലി ലൈഫ് ആപ്ലിക്കേഷൻസ്, മെഡിക്കൽ ടേംസ്, സയന്റിഫിക് ടേംസ്, സയന്റിഫിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. എടാ ജനറൽ സയൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. ഞാൻ ഇവിടെ നിങ്ങളെ ഒരു 400 ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കും, അതുപോലെ തന്നെ കുറച്ച് ടേംസുകൾ പഠിപ്പിക്കും. ഈ 400 ക്വസ്റ്റ്യൻസിനെ ചോദ്യം വരുള്ളൂ, അതെന്റെ ഉറപ്പാണ്. ജനറൽ സയൻസ് നിങ്ങൾ 400 ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയത് 40 ക്വസ്റ്റ്യൻസ് വരെ 10 ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ 10 ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് ചോദിക്കുള്ളൂ. ഇത് എഴുതി വെച്ചോ കേട്ടോ. ഇനി അടുത്തത് മാത്തമാറ്റിക്സ് സിലബസ് നോക്കിക്കോ. അരിതമെറ്റിക് ഉണ്ടാവും, അൽജിബ്ര ഉണ്ടാവും, കാൽക്കുലസ് ഉണ്ടാവും, മെൻസുറേഷൻ അതായത് ഏരിയ ആൻഡ് വോളിയം ഉണ്ടാവും, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ബേസിക് ഫംഗ്ഷൻസ് ഉണ്ടാവുള്ളൂ, വലിയ ടെൻഷൻ അടിക്കേണ്ട. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ്, ജോമെട്രി, ലൈൻസ് ആൻഡ് ആംഗിൾസ് ഉണ്ടാവും, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, പ്രോബബിലിറ്റി, കമ്പ്യൂട്ടിംഗ്. ഇനി ഫിസിക്സ് സിലബസ് നോക്കിക്കോ. മോഷൻ, ഫോഴ്സ് ആൻഡ് എനർജി, മാറ്റർ, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, ലൈറ്റ്, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, സൗണ്ട്, വേവ് മോഷൻ, ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്, സൗണ്ട്, സൺ as a source of energy, fuels, heat engines, nuclear energy. മാത്സിന്റെ ക്ലാസ്സിന് സയൻസ് ആർ ഉണ്ടാവും, സയൻസ് ആർ സെറ്റ് ആക്കി തരുന്നതാണ്. ഫിസിക്സിന് അതുപോലെ സായി ഗായത്രി ടീച്ചറും ഉണ്ടാവും. ടീച്ചർ ഓൾറെഡി ഓൺലൈനിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്ത് ചെയ്യുന്നതാണ്, ഫിസിക്സിന്റെ ക്ലാസ്സുകൾ സെറ്റ് ആയിട്ട് എടുത്തു തരുന്നതാണ്. ഇവർ രണ്ടാളും എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുമാണ്. ഓക്കെ, കെമിസ്ട്രിയുടെ സിലബസുകൾ നോക്കിക്കോളാം. മാറ്റർ, നാച്ചുറൽ ആൻഡ് ബിഹേവിയർ, ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, കെമിക്കൽ ബോണ്ട്, ഇലക്ട്രോഡിൻസിസ്, നാച്ചുറൽ റിസോഴ്സസ്, വാട്ടർ, എയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കെമിസ്ട്രി നോക്കേണ്ടത്. ഇനി നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സിലബസുകളാണ് അഗ്നിവീർ GDക്ക് ചോദിക്കുന്നത്. ഇനി ക്ലർക്കിനും അതുപോലെ തന്നെ ടെക്നിക്കലിനും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ ഡീറ്റെയിൽഡ് സാധനം, അതായത് ഡീറ്റെയിൽഡ് സിലബസ് ഉള്ള ഐറ്റം ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തോളാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നത് 2000 രൂപയാണെങ്കിൽ അതിന് 4000 രൂപയുടെ ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടുള്ള ഫണ്ടല്ല, ഒരു രൂപ പോലും നമ്മൾ എക്സ്ട്രാ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുട്ടികൾ എടുക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനും എന്റെ ടീമും നിങ്ങളെ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഗ്രോത്തും ഓരോ സാറ്റർഡേസിലും നമ്മൾ എക്സാംസ് നടത്തുന്നതാണ്. അതായത് 45 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ദിവസം ക്ലാസ് ഉണ്ടാവുക. 15 മിനിറ്റ് അന്നത്തെ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞു തരികയാണ്. ഓക്കെ, പിന്നെ വീക്ക്ലി ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. ഓരോ പോർഷൻസ് കവർ ചെയ്യും. വീക്ക്ലി നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. ആ സ്റ്റഡി പ്ലാൻ അടുത്തുള്ള ക്ലാസ് നമ്മൾ തരും. എന്നിട്ട് അതിന്റെ എല്ലാ സാറ്റർഡേ നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാം ഉണ്ടാവും. സൺഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം. എന്നിട്ട് റിലാക്സ് ചെയ്യാം. മൺഡേ വീണ്ടും ഫ്രഷ് ആയിട്ട് പഠിത്തം തുടങ്ങുക. ഓക്കെ, ഇനി പാർട്ട് ടൈം ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഡെയിലി പഠിച്ചോളുക. മറ്റ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 to 8 hours ഇരുന്ന് പഠിക്കണം ആൾക്കാർക്കാണ് സൺഡേ ഓഫ് ഉള്ളൂ കേട്ടോ. ഇനി ക്ലാസ്സുകൾ മാക്സിമം നമ്മൾ നൈറ്റ് ടൈമിൽ തരാം. അതാകുമ്പോൾ ഇനി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇത് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നോക്കിക്കോടാ, നമ്മൾ ഈ മാസം തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 30 പേർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇനി സീറ്റുകളുള്ളൂ. ഓക്കെ, 30 സ്റ്റുഡൻസിനാണ് നമുക്ക് സീറ്റ് ഉള്ളത്. ഇവിടെ നമ്മൾ കവർ ചെയ്യുന്ന എല്ലാ സബ്ജക്റ്റുകളും ടോപ്പിക്കുകളും നമ്മളിവിടെ എക്സാമിന് വരുന്ന എല്ലാം നമ്മളിവിടെ കവർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെർട്ട് ആയിട്ടുള്ള അഗ്നിവീർ എക്സാം കോച്ചിങ്ങിന് 2 വർഷത്തെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുക, ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുള്ള സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാനും ഓർഗനൈസ്ഡ് സിലബസും അതുപോലെ തന്നെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട സ്റ്റഡി ഷെഡ്യൂൾ വരെ നമ്മൾ തരുന്നതായിരിക്കും. പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് എക്സാമുകളും നമ്മൾ നടത്തും. ഒരു അസസ്മെന്റുകൾ നമ്മൾ നടത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പേഴ്സണലി പറ. പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി, പേഴ്സണൽ കാര്യങ്ങളല്ലേ, അവിടെ നമ്മളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അവിടെ നിങ്ങളെ ഇമോഷണൽ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. അതൊക്കെ എങ്ങനെ സോർട്ട് ചെയ്യണം, എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള മൊത്തം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി സെറ്റാക്കി തരുന്നതാണ്. തടി കുറവുള്ള ആൾക്കാർക്ക് കൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി തരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും. അതായത് വീക്ക്ലി
നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗിന് മാത്രമായിട്ട് നമ്മൾ സെക്ഷൻസ് തരാം. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ഗൈഡൻസ്, അതുപോലെ തന്നെ എൻഡ്യൂറൻസിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ഓടണം, അതുപോലെ തന്നെ എങ്ങനെ ഒരു സെറ്റപ്പ് ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്യാം എന്നെല്ലാം നമ്മൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് നോട്ട്സ്. എടാ ചവറ് പോലെ സ്റ്റഡി മെറ്റീരിയൽ നോട്ട്സും തരൂല, പക്ഷെ നമ്മൾ തരുന്നത് ഓൾറെഡി ഷോർട്ട് ആക്കിയുള്ള നോട്ടുകളായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ആക്കി ഷോർട്ട് ആക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. നമ്മൾ ഉറപ്പിച്ച് പറയും നമ്മൾ തരുന്ന നോട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും, പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ആ നോട്ടുകൾ പ്രോപ്പറായിട്ട് പഠിക്കണം. കാരണം നമ്മളെ വക ഓൾറെഡി നമ്മളത് ഷോർട്ട് ആക്കിയിട്ടുണ്ടാവും, പിന്നെ നിങ്ങളും കൂടി കൊണ്ടുപോയിട്ട് അത് ഷോർട്ട് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാ, ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ QR കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ QR കോഡിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മൾ അവിടെ വിളിച്ചിട്ടേ അഡ്മിഷൻ എടുക്കുള്ളൂ. നമ്മൾ നിങ്ങളെ വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷനിലേക്ക് പോവുള്ളൂ. നേരെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന പരിപാടി ഇല്ല കേട്ടല്ലോ. അപ്പൊ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നേരെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യാ, നിങ്ങൾ മാക്സിമം ഇന്ന് തൊട്ടിട്ട് 2 ദിവസത്തേക്ക് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അതായത് ഇന്നും നാളെയൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കുക, കംപ്ലീറ്റ് റെസ്റ്റിംഗ് ടൈം. എന്നിട്ട് മറ്റന്നാൾ തൊട്ടിട്ട് ഇതിന്റെ സിലബസ് ഓവർവ്യൂസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, ഞാനിപ്പോ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. അതായത് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു 0 ആയിട്ടാണ്. നമ്മളൊരു എക്സാമിന് ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്ന ആൾക്കാർ, അത്രയും ഹാർഡ് വർക്ക് എടുത്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോ ഒരു എക്സാം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ കറങ്ങി 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 വന്ന് ഇവിടെ നിന്നൊന്നും ഉണ്ടാവില്ല, നമ്മൾ അടിയിലേക്കാണ് പോകുക. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അവിടുന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു അപ്പ് ഫീൽ ചെയ്യും. അത് നമ്മൾ പഠിച്ചു, നമുക്കൊരു കോൺഫിഡൻസ് വരും. അത് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ 50-50 ആണ്. അതായത് പകുതി ആൾക്കാർ എന്ത് ചെയ്യും, സക്സസിലേക്ക് പോകും. പകുതി ആൾക്കാർ ഈ സർക്കിൾ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. പിടി കിട്ടിയല്ലോ. പിന്നെ വേക്കൻസി നമ്പേഴ്സും അതുപോലെ തന്നെ ഓരോ AR&R ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഓർമ്മ വേണം, വ്യക്തമായ ധാരണകൾ വേണം നമ്മൾ പറഞ്ഞേ. അപ്പോ ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമന്റ് ബോക്സിൽ ചോദിക്കുക. അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ വീഡിയോ ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുക. അല്ലാതെ നിങ്ങൾ കണ്ടിട്ട് മിണ്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, താല്പര്യം. നിങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. എടാ എല്ലാവർക്കും ഒരു ഡോപ്പാമിൻ റഷ് വരണം. അതായത് നമുക്കൊരു ഇത് വേറെ ഒരു ലഹരിയാണ്. വിജയം എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ഞങ്ങളെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എക്സാമിൽ പാസ്സാവുന്നു, കയറുന്നു, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങൾ നല്ല ക്ലാസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരും പ്രചോദനം അതാണ്. നിങ്ങൾ ഞങ്ങളെ പ്രചോദിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഇന്ന് തൊട്ടിട്ട് ഞാൻ പറയുന്നില്ല, ഒന്ന് റിലാക്സ് ചെയ്യുക, മൈൻഡ് മുഴുവൻ ഓക്കെ ആക്കുക, എന്നിട്ട് തിരിച്ചു വരിക. നമ്മൾ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, സ്റ്റഡീസിന്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത ഡെയിലി പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് 17.5 വയസ്സോട്ട് 21 വയസ്സുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ UPSCയുടെ CAPFന്റെ AC അസിസ്റ്റന്റ് കമാൻഡന്റ് ഡിഗ്രി പാസ്സായ ആൾക്കാർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ലെങ്തി വീഡിയോ ആണ്, കൂടി പോയെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.